ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയോ, നമുക്കൊരു ഹലാലായ ഒരു ഹൈറായ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഹൈറായ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം എന്നാൽ പഠിച്ചാൽ നമ്മൾ ചെയ്ത് നമുക്കൊരു മനസ്സിലുണ്ടാവുമല്ലോ, പക്ഷേ ആ കാര്യം നടന്ന് കിട്ടിയിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ഇസ്മ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കുക. എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയാം കേട്ടോ. നമ്മൾ ആ കാര്യം അല്ലാഹു നടത്തി തരും. വിചാരിച്ച കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹലാലായിരിക്കണം കേട്ടോ, ഹൈറായിരിക്കണം കേട്ടോ. ഇതാണ് ആ ഇസ്മ കേട്ടോ. പിന്നെ ഈ ഒരു ഇസ്മ നമ്മളില്ലേ 468 തവണ പതിവാക്കുക എന്ന് വെച്ചാൽ ഒരു ദിവസം ചൊല്ലി 2 ദിവസം ചൊല്ലി ഇവന് നിർത്തരുത്. നമ്മൾ ആഗ്രഹം ഹലാലായ ആഗ്രഹം ഹൈറായ ആഗ്രഹമാണെങ്കിൽ അത് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാത്ത മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവരുത് കേട്ടോ. മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുന്ന ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവരുത്. ഹലാലായിരിക്കണം, ഹൈറായിരിക്കണം, അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ആഗ്രഹമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ മക്കളുടെയായാലും നമ്മളതായാലും ഭർത്താക്കന്മാരായാലും ജോലി സംബന്ധമായാലും എന്താണെങ്കിലും നമുക്ക് ഹലാലായ എന്താഗ്രഹം റബ്ബിനോട് ചോദിക്കാമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ യാ സമയോ യാ അല്ലാ യാ സമയോ യാ അല്ലാ എന്ന ഇസ്മില്ല. പിന്നെ ഇങ്ങനെ തന്നെ ചെല്ലണം കേട്ടോ. യാ സമയോ യാ അല്ലാ യാ സമയോ യാ അല്ലാ എന്നെ ചെല്ലണം. ഇത് നമ്മൾ സുബൈസ്കാരത്തിന് ശേഷം ചെല്ലുക ഏറ്റവും ഉത്തമം കേട്ടോ. സുബൈക്ക് ശേഷം ഒരു 468 തവണ പതിവാക്കുക. ചൊല്ലിയിട്ട് അതിന് ശേഷം നമ്മൾ ആദ്യം ഇത് ചെയ്യുന്നതിന് മുമ്പില്ലേ റബ്ബ് നമ്മൾ നിയ്യത്ത് മനസ്സിലുണ്ടാകണം കേട്ടോ. നിയ്യത്ത് പ്രധാനമാണ്. പിന്നെ ഏതൊരു കാര്യം നമുക്ക് നടക്കണമെങ്കിലും ഏതൊരു കാര്യം നമുക്ക് ഉദ്ദേശം ഉണ്ടെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിലുള്ള ഹലാലായൊരു നിയ്യത്തുണ്ടാവും നമുക്കില്ല. ആ നിയ്യത്ത് പ്രധാനമാണ് കേട്ടോ. അപ്പം ചെയ്ത് നോക്കുക. പിന്നെ സാധിച്ച് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. അങ്ങനെ ഉദ്ദേശം വെച്ചും ചെയ്ത് എൻ്റെ റബ്ബ് എൻ്റെ ആഗ്രഹം എനിക്ക് റബ്ബ് സാധിപ്പിച്ചു തന്നെ ഉദ്ദേശത്തോടു കൂടി ചെയ്യുക. ഈ ഒരു ഇസ്മ ഇങ്ങനെ ചെല്ലിയതിന് ശേഷം അതിന് ശേഷം ഒരു ദിക്കറുണ്ട്. ആ ദിക്കറും കൂടെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല പൊരുത്തപ്പെട്ട കാര്യമാണെങ്കിൽ അള്ളാഹു നമുക്കത് സാധിപ്പിച്ചതിന് ഉറപ്പാണ്. ആ ഒരു അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മ യാ സമയോ യാ അല്ലാ എന്ന് ചെല്ലിയതിന് ശേഷം ഇല്ലേ നമ്മൾ ഈ ഒരു ഇസ്മയും കൂടെ ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു ആയത്തും കൂടെ ഈ ഒരു ദിക്കറും കൂടെ നമ്മൾ ചെല്ലാൻ ശ്രമിക്കുക. അതിങ്ങനെയാണ്. ഈ ഒരു ഇസ്മയും കൂടെ ചെല്ലുക കേട്ടോ. ഫസയക്ഫീകഹുല്ലാഹു വഹുവ സമീഉൽ അലീം. ഈ ഒരു ദിക്കറില്ലേ പിന്നെ നിങ്ങൾക്ക് എത്രയാണോ തവണ 7 തവണയാണ് ചെല്ലേണ്ടത്. സുബൈക്ക് ശേഷം അത് ചെല്ലിയതിൻ്റെ കൂടെ തന്നെ സംസാരത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു ഇസ്മ ചെല്ലുമ്പോൾ നമ്മൾ സംസാരത്തിൽ വേറെ എന്താ പറയുക, നമ്മൾ ഭൗതികമായ കാര്യത്തിലൊന്നും ഇടപെടരുതിട്ട് അള്ളാഹിൻ്റെ മുമ്പ് തന്നെ നിസ്കാരപ്പായി തന്നെ ഇരുന്ന് ചെല്ലാൻ ശ്രമിക്കുക. എങ്ങനെയെങ്കിലും ചെല്ലിയിട്ട് എന്താ പറയുക അപ്പളും ഇപ്പളായിട്ട് ചെല്ലിയിട്ട് കാര്യമില്ല. ഇരിപ്പിൽ തന്നെ പെട്ടെന്ന് പറ്റൂല, 10-20 മിനിറ്റ് മതിയല്ലോ. അതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ദുആയും കൂടെ അള്ളാഹുവോട് ദുആ ചെയ്യട്ടെ. 7 തവണ ദുആ ചെയ്യുക. ഈ പറയുന്നത് പോലെ നിങ്ങളിൽ ചെയ്ത് നോക്കി. ഒരു അധികമൊന്നും വേണ്ട. അതിൻ്റെതായ തക്ബീർ ചെല്ലുകയാണെങ്കിൽ അതിൻ്റെതായ വൃത്തിയിൽ ചെല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മൾ ആഗ്രഹം നമ്മൾ എത്ര ദിവസം ചെല്ലണം എന്നുള്ളൊരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ട്. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ആഗ്രഹം സാധിപ്പിക്കും ഉറപ്പാണ്. ആഗ്രഹം ഹലാലായിരിക്കണം, ഹൈറായിരിക്കണം, മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള ആഗ്രഹമായത് കേട്ടോ. ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ ദുആയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. ഇൻഷാ അല്ലാ.